കണ്ടാൽ ഒരു കൊട്ടാരമാണ്. പക്ഷേ കൊട്ടാരത്തിൽ താമസിക്കാനോ കച്ചവടം നടത്താനോ കഴിയില്ല. അതിൻ്റെ ബലക്ഷയം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. നഗരമധ്യത്തിൽ 4 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ളൊരു കെട്ടിടം എത്ര ലക്ഷം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തതെന്നറിയാമോ? കേവലം 32 ലക്ഷം രൂപയ്ക്ക്. അതിൽ തന്നെ ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത്. 50 ലക്ഷം രൂപ വാടക നിശ്ചയിച്ച് ടെൻഡർ പൂർത്തിയായിരുന്നുവെങ്കിലും പിന്നീട് റദ്ദായി. പ്ലാനിന്റെ അപാകതയും കണ്ണായ സ്ഥലത്തെ കെട്ടിടത്തിന്റെ മൂല്യം കുറയാൻ കാരണമായി. കാണാം. 50 കോടി രൂപയും 50 ലക്ഷവുമായിരുന്നു ആദ്യം ഈ കെട്ടിട സമുച്ചയത്തിന് നിശ്ചയിച്ച വാടകയും കെട്ടിവെക്കാനുള്ള തുകയും. പിന്നീടത് 17 കോടിയും 32 ലക്ഷവുമായി ചുരുങ്ങി. നഷ്ടം എത്രയാണ്? ഇപ്പോഴുള്ള 160 കോടി രൂപ ബാധ്യത തീർക്കാൻ പ്രതിമാസം 32 ലക്ഷം രൂപ വാടക കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. 50 ലക്ഷം രൂപ വാടക ലഭിച്ചാൽ 30 വർഷത്തിനുള്ളിൽ ബാധ്യത തീർത്ത് കെട്ടിടം KTDFCയിൽ നിന്ന് KSRTCക്ക് കൈമാറാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ആദ്യത്തെ ടെൻഡറിൽ 5 കമ്പനികൾ പങ്കെടുത്തു. 50 കോടി ഡെപ്പോസിറ്റും 50 ലക്ഷം രൂപ വാടകയും വാഗ്ദാനം ചെയ്ത മാക് ബിൽഡേഴ്സിന് കരാർ ഉറപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാക് ബിൽഡേഴ്സ് ഒരു കടലാസ് കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ടെൻഡർ റദ്ദാക്കി. പിന്നീട് ഈ കെട്ടിടം ഏറ്റെടുക്കാൻ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന ആക്ഷേപം തിരിച്ചടിയായി. ബസ് ടെർമിനലിനകത്ത് ബസ് കയറ്റാൻ പോലും പ്രയാസപ്പെടുന്നതുൾപ്പെടെ വാർത്തയായി. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷമാണ് നിരന്തരമായ ചർച്ചകളെ തുടർന്ന് തർക്കങ്ങൾ പരിഹരിച്ചത്. ആദ്യം 50 കോടി റുപ്യയും 50 ലക്ഷം മാസമൊന്നുമായിരുന്നു. അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ബാധ്യത മാറി ഈ കെട്ടിടം നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു. പുതിയ വാടക പ്രകാരം 17 കോടിയും 30 ലക്ഷമാണ്. പക്ഷേ ആ റേറ്റിൽ 30 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്ര കിട്ടും? 360 അല്ലേ? 360 വെച്ച് 160 കോടി ബാധ്യത തീർക്കുമ്പോഴത്തേന് ഈ ബിൽഡിങ്ങിൻ്റെ കാലപരിധി കഴിയും. 2021 ഫെബ്രുവരി 17 മന്ത്രിസഭാ യോഗം അംഗീകരിച്ച വ്യവസ്ഥകൾ പ്രകാരം മടക്കി നൽകേണ്ടാത്ത 17 കോടി രൂപയും പ്രതിമാസം 32 ലക്ഷം രൂപ വാടകയും 3 വർഷം കൂടുമ്പോൾ വാടക ഇനത്തിൽ 10% വീതം വർധനയും എന്ന നിരക്കിൽ അലിഫ് ബിൽഡേഴ്സാണ് 30 വർഷത്തേക്ക് കരാർ ഏറ്റെടുത്തത്. എന്നാൽ ചതുരശ്രയടി കണക്കാക്കിയാൽ കെട്ടിടത്തിന് ഇതിലുമധികം വാടക ലഭിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കെട്ടിടം ഏറ്റെടുക്കാത്തതിനാൽ നിലവിലെ കരാർ പ്രകാരമുള്ള വാടക പോലും KSRTCക്ക് ലഭിച്ചിട്ടില്ല. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.